വെള്ളപ്പൊക്ക ദുരിതം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ മാതൃഭൂമി ചാനൽ സംഘം സഞ്ചരിച്ച വള്ളം മറിഞ്ഞ് കാണാതായ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. പ്രാദേശിക ലേഖകൻ സജിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. മറ്റൊരാൾക്കായി തിരച്ചിൽ തുടരുകയാണ്. വിവരങ്ങളുമായി പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. എന്താണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ? അല്പസമയം മുമ്പാണ് മാതൃഭൂമിയുടെ കടുത്തുരുത്തി സ്വദേശിയായിട്ടുള്ള സ്പ്രിംഗർ സജിയുടെ മൃതദേഹം കണ്ടെടുത്തത്. നേവിയും ഇപ്പോൾ തിരച്ചിലായി ഇറങ്ങിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം റെസ്ക്യൂ, അതായത് ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ സ്കൂബ ഡൈവേഴ്സ് ആയിരുന്നു ആദ്യ തിരച്ചിൽ നടത്തിയത്. 6 മണിക്കൂറോളം തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായിരുന്നില്ല. പിന്നീടാണ് നാവികസേനയുടെ സഹായം അഭ്യർത്ഥിച്ചത്. നാവികസേനയും കൂടി ഇപ്പോൾ തിരച്ചിൽ രംഗത്ത് വന്നപ്പോഴാണ് സജിയുടെ മൃതദേഹം എന്തായാലും കണ്ടെടുത്തത്. ഏതായാലും അത് കരയ്ക്ക് അടുപ്പിച്ചിട്ടില്ല. അതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. മാത്രമല്ല, കാണാതായ വിവരത്തിന് വേണ്ടിയുള്ള തിരച്ചിലും ശക്തമാക്കിയിട്ടുണ്ട്. ഏർപ്പെട്ട് പെയ്യുന്ന മഴ ഈ ഒരു പ്രദേശത്ത് വലിയൊരു തരത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് എന്നതാണ് അറിയാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം എഴുമാന്തുരത്തിലെ മുണ്ടാർ ദുരിതാശ്വാസ ക്യാമ്പ് റിപ്പോർട്ട് ചെയ്യാൻ പോയി മടങ്ങുമ്പോഴാണ് വള്ളം കാറ്റിൽ ഉലഞ്ഞ് 5 പേരെ കാണാതായത്. അതിൽ നിന്നും 3 പേർ രക്ഷപ്പെട്ടിരുന്നു. വള്ളക്കാരനായിട്ടുള്ള അഭിലാഷും അതുപോലെ ക്യാമറാമാൻ അഭിലാഷ്, മാതൃഭൂമിയുടെ കോട്ടയം റിപ്പോർട്ടർ ശ്രീധരൻ എന്നിവരെയായിരുന്നു. ഇവരെ മുട്ടുചിറയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇവരുടെ നില ഇപ്പോൾ തൃപ്തികരമാണ്. മാത്രമല്ല, കാണാതായ വിവരത്തിന് വേണ്ടിയിട്ടുള്ള തെരച്ചിലും ഇപ്പോൾ ഊർജിതമായി നടക്കുകയാണ്. പ്രശാന്ത്, കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകിട്ടോടെ തെരച്ചിൽ നിർത്തിവെച്ചിരുന്നു. രാവിലെയാണ് പിന്നീട് വീണ്ടും തിരച്ചിൽ തുടർന്നത്. ഫയർഫോഴ്സ് അടക്കമുള്ള സംഘങ്ങൾ എത്തി വിദഗ്ധമായൊരു തിരച്ചിൽ തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചിരുന്നത്. ഇപ്പോൾ ഒരാളുടെ മൃതദേഹം കിട്ടിയിരിക്കുകയാണ്. രണ്ടാമത്തെ ആൾക്കായുള്ള തിരച്ചിൽ ഏത് രീതിയിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? ഇപ്പോൾ നേവിയുടെ മുങ്ങൽ വിദഗ്ധരും അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ, സ്കൂബ ഡൈവേഴ്സ് അടക്കമുള്ളവരാണ് തിരച്ചിൽ നടത്തുന്നത്. ഇന്നലെ 6 മണിക്കൂറോളമായിരുന്നു തിരച്ചിൽ. ഈ തിരച്ചിൽ വളരെ സമഗ്രമായിട്ടുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. അതിനിടയിൽ നാവികസേനയുടെ സഹായം തേടിയെങ്കിലും ഇന്നലെ മറ്റൊരു റെസ്ക്യൂവിന്റെ ഭാഗമായി നിൽക്കുന്നതുകൊണ്ട് ആ സംഘം എത്തുന്നതിന് ചില ബുദ്ധിമുട്ടുകൾ നേരിട്ടു. ഇന്ന് രാവിലോട് കൂടിയാണ് നേവി സംഘം തിരച്ചിലിനായി ഇറങ്ങിയത്. അവർ രാവിലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിനോടൊപ്പം തന്നെ ചേർന്നുകൊണ്ട് തിരച്ചിൽ ഊർജിതപ്പെടുത്തുകയായിരുന്നു. അതിനിടയിലാണ് സജിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നതും ഇപ്പോൾ കാണാതായ വിവരത്തിന് വേണ്ടിയുള്ള തിരച്ചിലും ഇപ്പോൾ ഊർജിതമായി നടക്കുകയാണ്. പ്രശാന്ത്, ഇവർ ഇന്നലെ ഒന്നുകൂടി, കാരണം ഇത്ര വലിയൊരു അപകടം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ആ ഭാഗങ്ങളിൽ വളരെ വലിയ രീതിയിൽ തന്നെ ഉള്ള ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്. ഇവരുടെ വള്ളം എങ്ങനെയാണ് മറിഞ്ഞത്, എങ്ങനെയാണ് ഇവർ ഈ അപകടത്തിൽപ്പെട്ടത് എന്നതിനെ കുറിച്ച് ഒരിക്കൽ കൂടി. മഴ ശക്തമായതിനാൽ നേരത്തെ മുണ്ടാർ പ്രദേശം 40ഓളം കുടുംബങ്ങൾ അടങ്ങുന്ന ഒരു വലിയൊരു ദ്വീപാണ്. ഈ ഒരു പ്രദേശം ഒറ്റപ്പെട്ട് കിടക്കുകയായിരുന്നു. ഇവിടെ ക്യാമ്പിൽ കഴിഞ്ഞവരെ സന്ദർശിച്ച ശേഷം അവരുടെ വാർത്ത പുറംലോകത്തേക്ക് എത്തിക്കാനുള്ള ഒരു സമഗ്രമായ ദൗത്യത്തിന് ശേഷം ആ ടീം മടങ്ങുമ്പോഴാണ് ഇന്നലെ ഉച്ചയ്ക്ക് 1:30യോടുകൂടി വലിയൊരു കാറ്റിൽ വള്ളം ഉലഞ്ഞ ശേഷം എല്ലാവരും വെള്ളത്തിലേക്ക് വീഴുകയും ഈ വീണ ആളുകളെ വള്ളക്കാരെല്ലാം തന്നെ ഒരു വിധത്തിൽ ആ വള്ളത്തിൽ പിടിപ്പിച്ച് കിടത്തുകയുമായിരുന്നു. എന്നാൽ രക്ഷാപ്രവർത്തകർ എത്തി ഇവരെ ബോട്ടിലേക്ക് മാറ്റുന്നതിനിടെയാണ് കൈവിട്ട് സജീവയും വിപിനെയും കാണാതാകുന്നത്. രക്ഷപ്പെട്ടെത്തിയ ആളുകളുടെ വാക്കുകളാണ് പ്രത്യേകിച്ചും ഇതിൽ. അവരാണ് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ മാധ്യമപ്രവർത്തകരോടക്കം പറഞ്ഞത്. അതിനുശേഷം ഈ കൈവിട്ടുപോയവർക്കായിട്ടുള്ള തിരച്ചിൽ പിന്നീട് നടത്തുകയായിരുന്നു. രക്ഷപ്പെട്ടെത്തിയിട്ടുള്ള അഭിലാഷം ശ്രീധരനും ഇപ്പോൾ ആശുപത്രിയിൽ അവർ അപകടനില തരണം ചെയ്തിരുന്നു. ഈ ഒരു വാർത്ത എത്തിക്കാനുള്ള ദൗത്യത്തിനുണ്ടായിട്ടുള്ള വലിയൊരു അപകടമാണ് ഇന്നലെ സംഭവിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടാണ് വിപിനെയും സജിയും കാണാതെ. സജിയുടെ മൃതദേഹമാണ് ഇന്ന് രാവിലെ തിരച്ചിൽ ഊർജിതമാക്കിയോടെ കണ്ടെടുത്തത്. പ്രശാന്ത്, സജിയുടെ മൃതദേഹം എവിടെ നിന്നാണ് ലഭിച്ചത്? കാരണം ഒരു പ്രതീക്ഷ അവസാന നിമിഷവും ഉണ്ടായിരുന്നു ജീവനോടെ ഇവരെ ലഭിക്കുമെന്നതിന്. പക്ഷെ ഇപ്പോൾ സജി മരിച്ചിരിക്കുന്നു. സജിയുടെ മൃതദേഹം എവിടെ നിന്നാണ് ലഭിച്ചത്? ഈ തിരച്ചിൽ നടക്കുന്ന പ്രദേശം എഴുമാന്തൂരത്ത് പാലത്തിൽ നിന്നും 7 കിലോമീറ്റർ അകലെയാണ്. അങ്ങോട്ടേക്ക് എത്തിപ്പെടുക എന്നുള്ളത് ക്ലേശകരമാണ്. അതുകൊണ്ട് തന്നെ ഏത് ഭാഗത്ത് നിന്ന് ലഭിച്ചു എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പറയാനാകില്ല. അതേസമയം മൃതദേഹം ലഭിച്ചു എന്നുള്ള വാർത്തയാണ് വൈക്കം MLA CK ആശയാണ് സംബന്ധിച്ച കാര്യം അറിയിച്ചത്. കാരണം ഇത്രയുമാണ് ലഭിക്കുന്ന വിവരം. കാരണം ഈ കരയിൽ നിന്നും 7 കിലോമീറ്റർ ദൂരമുണ്ട്. അത്തരം ഒരു വലിയ ഒരു കുത്തൊഴുക്കുള്ള ഒരു കനാലിലൂടെ അത്ര ഒരു സഞ്ചാരം തന്നെ വലിയ അപകടകരമായിട്ടുള്ള സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും അതുപോലെ നേവിയുടെ സംഘവും മാത്രമാണ് ആ പ്രദേശങ്ങളിലുള്ളത്. മൃതദേഹവുമായി കരക്ക് എത്തുമ്പോൾ മാത്രമേ ഇത് സംബന്ധിച്ച മറ്റ് വിശദാംശങ്ങൾ അറിയുവാൻ സാധിക്കുകയുള്ളൂ. പ്രശാന്ത്, ഈ ഒരു അവസരത്തിൽ തന്നെ അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥയും നമുക്ക് അറിയേണ്ടത് അനിവാര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ അവിടുത്തെ ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ എന്താണ്? നിലവിൽ വളരെ ഭയജനകരായി തന്നെയാണ് ജനങ്ങളുള്ളത്. മാത്രവുമല്ല, സാധാരണ അവിടേക്ക് ഈ മുണ്ടാർ പ്രദേശത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള
ഒരു പാലമോ മറ്റ് സൗകര്യങ്ങളൊന്നും ആ പ്രദേശത്തില്ല. 2 വീപ്പുകൾ കെട്ടിയ ചെങ്ങാടത്തിലൂടെയാണ് ആളുകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അപകടകരമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് കൈരളി TV അടക്കമുള്ള നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്ഥിതിയുണ്ട്. ഇപ്പോൾ ഈ മഴ കനക്കുമ്പോൾ വെള്ളം എത്രത്തോളം ഉയരുന്നുവോ അത്രത്തോളം ആശങ്കയുമാണ് ജനങ്ങളുടെ മനസ്സിൽ ഉയർന്നു വരുന്നത്. അത്രയും ഭയചകിതരായി കഴിയുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ മേഖലയിൽ ഉള്ളത്. ഇപ്പോഴും ഇടവിട്ട് ഇന്ന് രാത്രി പുലർച്ചെ മഴ പെയ്തിരുന്നു, രാത്രിയും മഴ പെയ്തിരുന്നു. അപ്പോൾ ഈ മഴ കനക്കുന്നതനുസരിച്ച് വലിയൊരു ആശങ്ക ഉണ്ടാകുന്ന തരത്തിലാണ് ഇവിടുത്തെ ജനജീവിതം. മാത്രമല്ല അതിനിടയിലുണ്ടായിട്ടുള്ള ഈ ദുരന്തത്തെ വലിയൊരു ദുഃഖത്തോടു കൂടിയാണ് ഇവിടുത്തെ, അല്ലെങ്കിൽ വലിയൊരു ദുഃഖമാണ് ഈ പ്രദേശത്തും അതുപോലെ കോട്ടയത്തുള്ളവർക്കും പൊതുവെ മാധ്യമ സമൂഹത്തിനെല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നത്. വെള്ളപ്പൊക്ക ദുരിതം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ മാതൃഭൂമി ചാനൽ സംഘം സഞ്ചരിച്ച വള്ളം മറിഞ്ഞ് കാണാതായ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. പ്രാദേശിക ലേഖകൻ സജിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. മറ്റൊരാൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. ഇതിന്റെ വിവരങ്ങളാണ് പ്രശാന്ത് നൽകിയത്.